സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്നു. 17,481 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97 105 മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 15,617 ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ക്രമാനുഗതമായി കൂടുകയാണ് കണക്കുകൾ, എന്താണ് വിവരം? അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 17-ാം തീയതി ആദ്യം 16,000 കടന്നു, അതിനുശേഷം ഇന്നലെ 16,000 കടന്നു, ഇന്നിപ്പോൾ 17,000 കടന്നിരിക്കുന്നു. ഒരുപക്ഷെ രണ്ടാം തരംഗത്തിൻ്റെ ഏറ്റവും പീക്കിലേക്ക് പോയ സമയത്ത് ഇതേ രീതിയിലായിരുന്നു കോവിഡ് കേസുകൾ ഉയർന്നത്. 3 ദിവസത്തെ നിയന്ത്രണ ഇളവുകൾക്ക് ശേഷം ഇന്നു മുതൽ വീണ്ടും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ ഒരുപക്ഷെ അത്തരം നിയന്ത്രണത്തിൻ്റെ പ്രതിഫലനമൊക്കെ വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും കോവിഡ് കേസുകൾ ഉയരുക തന്നെയാണ്. 17,481 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും കാര്യമായ മാറ്റമില്ല. കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയൊരു വർധനവ് ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 11.97 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,45,993 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് 17,481 പേർ രോഗബാധിതരായിരിക്കുന്നത്. 3 ജില്ലകളിൽ ഇന്ന് 2,000-ന് മുകളിൽ രോഗികളുണ്ട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ മലപ്പുറത്ത് തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ രോഗികൾ. മലപ്പുറത്ത് 2,318 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളത്ത് 2,270, കോഴിക്കോട് 2,151 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശ്ശൂരും സമാനമായ രീതിയിൽ 2,000-ന് സമീപത്ത് തന്നെയുണ്ട്. 2,983 പേർക്ക് ഇന്ന് തൃശ്ശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളുടെ കണക്ക് പ്രകാരമാണ്. പാലക്കാട് 1,394, കൊല്ലത്ത് 1,175, തിരുവനന്തപുരത്ത് 1,166, കോട്ടയത്ത് 996 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ 969, കണ്ണൂരിൽ 777, കാസർഗോഡ് 776, പത്തനംതിട്ടയിൽ 584, വയനാട് 475, ഇടുക്കിയിൽ 447 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 105 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 15,617 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 16,600 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. അതുകൂടാതെ 698 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല എന്ന കണക്കുമുണ്ട്. 97 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് കോവിഡ് ബാധിതരായിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ 14,131 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത്. രോഗമുക്തി കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കൊല്ലം, മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ. മലപ്പുറത്ത് 2,221 പേരും കൊല്ലത്ത് 2,017 പേരും ഇന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 4,06,370 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. 2,401 പേരെ പുതുതായി രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഗോപി. ശരി ഉമേഷ്. സംസ്ഥാനത്ത് നാളെ മുതൽ ഒരാഴ്ച കൂടി നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും. കോവിഡ് വ്യാപനത്തിന് പുറമെ സുപ്രീം കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് തീരുമാനം. 3 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചതിനെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ കണ്ടെത്തി നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശമുണ്ട്. ജില്ലാ കലക്ടർമാർക്കാണ് ഇതിന്റെ ചുമതല. വെള്ളിയാഴ്ച അധികമായി 3 ലക്ഷം പരിശോധന നടത്താനും തീരുമാനമായി. രാജ്യത്തും കോവിഡ് കേസുകളിലും മരണത്തിലും വർധന. 24 മണിക്കൂറിനിടെ 42,015 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം 30,000 പുതിയ കേസുകളായിരുന്നു. ഇന്ന് 3,998 മരണവുമുണ്ടായി. മഹാരാഷ്ട്രയിലെ കണക്ക് പരിഷ്കരിച്ചപ്പോൾ അവിടെ മരണം 3,509 അതാണ് മരണസംഖ്യ ഉയർന്ന തോതിൽ കാണിക്കാൻ കാരണം. എന്നാൽ TPR-ൽ നേരിയ കുറവുണ്ട്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന നെറ്റ്വർക്ക് 18-ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 438 ഗ്രാമങ്ങളിലൂടെ 2,20,450 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. പക്ഷിപ്പനിയെ തുടർന്ന് രാജ്യത്ത് ആദ്യ മരണം. ഹരിയാനയിൽ നിന്നുള്ള 11-കാരൻ ഡൽഹി എയിംസിൽ മരിച്ചു. രക്താർബുദം ബാധിച്ച കുട്ടി ന്യൂമോണിയയ്ക്ക് ചികിത്സയിലായിരുന്നു. എയിംസിൽ കുട്ടിയെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലാണ്. മറ്റു വൈറസുകളെ അപേക്ഷിച്ച് ശക്തമാണെങ്കിലും മനുഷ്യരിൽ നിന്നും ഈ രോഗം മനുഷ്യരിലേക്ക് അപൂർവമായി പടരാറുള്ളൂ. മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കില്ല. ശശീന്ദ്രൻ ഉടൻ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട്. NCP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ശശീന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചു. മന്ത്രിക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യമില്ലെന്ന് പോലീസിനും നിയമോപദേശം ലഭിച്ചു.
വനം മന്ത്രി AK ശശീന്ദ്രൻ രാജി സംബന്ധിച്ച് രാവിലെ മുതൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. രാവിലെ 10 മണിയോടെ AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിവാദത്തിൽ വിശദീകരണം നൽകി. മുഖ്യമന്ത്രി ശശീന്ദ്രനോട് രാജി ആവശ്യപ്പെട്ടുമില്ല. കൂടിക്കാഴ്ചയ്ക്കു ശേഷമുള്ള ശശീന്ദ്രന്റെ പ്രതികരണത്തിലും ആത്മവിശ്വാസം പ്രകടമായിരുന്നു. നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതിനിടെ AKG സെന്ററിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നു. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന സാഹചര്യം വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടു. ഉടൻ രാജി വേണ്ടെന്ന നിലപാടിൽ CPM എത്തിച്ചേർന്നു. എന്നാൽ നിലപാട് തുറന്നു പറയാൻ നേതൃത്വം തയ്യാറായില്ല. അല്ല, വന്ന വിഷയത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. അതാണ് കാര്യം. നമ്മുടെ മുന്നില് ഒരു വിശദാംശം. കേസിൽ ശശീന്ദ്രൻ നേരിട്ടിടപെടുകയോ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിനാൽ ഉടൻ രാജി ആവശ്യമില്ല. കോടതി ഇടപെടലുണ്ടായാൽ ആ ഘട്ടത്തിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ CPM തയ്യാറാകും. പെൺകുട്ടിയുടെ പരാതിയുടെ വിശ്വാസ്യതയിലും അതിനു പിന്നിലെ ബാഹ്യ ഇടപെടലിലും മുന്നണി നേതൃത്വത്തിന് സംശയമുണ്ട്. ഉൾപാർട്ടി പോരാണ് പരാതിക്ക് പിന്നിലെന്ന് NCPയും കരുതുന്നു. സംഘടനയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയ നടപടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ പേരിൽ അടിയന്തരമായ നടപടിയെടുക്കാൻ സംഘടനയുടെ ചാർജുള്ള സെക്രട്ടറി KR രാജനോട് ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 പരാതികളാണ് ശശീന്ദ്രനെതിരെ പോലീസിന് ലഭിച്ചത്. ഇപ്പോൾ പുറത്തുവന്ന ശബ്ദശകലത്തിന്റെ പേരിൽ മാത്രം മന്ത്രിക്കെതിരെ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം നിയമസഭയിൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നുണ്ട്. മറുപടി പറയാൻ ഒരുങ്ങിയാകും സർക്കാരും നാളെ സഭയിലെത്തുക. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ കുണ്ടറ പീഡനക്കേസിലെ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കടുത്ത വേദനയുണ്ടെന്നും നിയമപോരാട്ടം നടത്തുമെന്നും പെൺകുട്ടി പറഞ്ഞു. NCP അന്വേഷണ കമ്മീഷൻ പരാതിക്കാരിയുടെ അച്ഛനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. കാര്യം ഞാൻ ഇപ്പോൾ വരെയും പ്രതീക്ഷിച്ചിരുന്നത് മുഖ്യമന്ത്രി നല്ലൊരു നിലപാടെടുക്കും. ഈ ഒരു കാര്യത്തിൽ മന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും വ്യക്തമാണ്. മന്ത്രിയുടെ വോയിസിൽ നിന്ന് അത് വ്യക്തമാണ്. മന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമോ പ്രവൃത്തിയോ അല്ല പറഞ്ഞത്. മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പരാതിക്കാരി തുറന്നടിച്ചത്. പീഡന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതി G പത്മാകരന്റെ അറസ്റ്റ് ഉടനുണ്ടാകില്ലെന്നാണ് സൂചന. കേസിനാസ്പദമായ സംഭവം നടന്ന് മാസങ്ങൾ പിന്നിട്ടതിനാൽ ലഭിക്കുന്ന തെളിവുകളെങ്കിലും ശേഖരിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അപ്പോഴും അന്വേഷണത്തിൽ കാലതാമസം വരുത്തിയ പോലീസ് നടപടി കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായാൽ ഉടൻ അറസ്റ്റുണ്ടാകും. NCP അന്വേഷണ കമ്മീഷൻ പരാതിക്കാരിയുടെ അച്ഛനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ BJP പ്രവർത്തക ആയതിനാൽ പരാതിക്കാരി NCP അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. ഞാൻ നേരത്തെ തന്നെ അദ്ദേഹവുമായിട്ട് ഈ വിഷയം ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നേരിട്ട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. ഈ കാര്യം ഞാൻ സംസ്ഥാന പ്രസിഡന്റിനെ ധരിപ്പിക്കാം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ന്യൂസ് 18 കൊല്ലം. ശശീന്ദ്രൻ രാജിവെച്ചില്ലെങ്കിൽ വഴിയിൽ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന യുവമോർച്ച. രാജിവെച്ച് പുറത്തു പോകാനുള്ള മര്യാദ കാണിക്കണം. മന്ത്രി നിയമസഭയിലുണ്ടെങ്കിൽ സഭ തടസ്സപ്പെടുത്തുമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. നാളെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ മന്ത്രി കസേരയിൽ ശശീന്ദ്രൻ ഉണ്ടാകാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകളും വനം കൊള്ള വിവാദവും സഭയെ പ്രക്ഷുബ്ധമാക്കും. സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്നതിന്റെ സൂചനയാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഈ പ്രതിഷേധം. AK ശശീന്ദ്രന്റെ രാജി ആവശ്യം തന്നെയാകും സഭയെ തുടക്കത്തിൽ ഇളക്കിമറിക്കുക. നാളെ സഭയിൽ നടക്കാൻ പോകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രതികരണം. സത്യസന്ധമായി നടക്കേണ്ട ഒരു കേസന്വേഷണത്തിൽ നിന്ന് പരാതിക്കാരിയെ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട്, മന്ത്രി പദവി ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. മുട്ടിൽ മരമുറി അടക്കമുള്ള വനം കൊള്ളയാകും പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആയുധം. മുൻ സർക്കാരിന്റെ കാലത്തെ വിവാദമെങ്കിലും വനം മന്ത്രി എന്ന നിലയിൽ AK ശശീന്ദ്രൻ തന്നെയാകും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരിക. വനം കൊള്ളയ്ക്കെതിരെ സഭയിലാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണ റിപ്പോർട്ടും സഭയിൽ വയ്ക്കേണ്ടി വരും. സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉറപ്പിക്കാം. കോവിഡ് ഭീഷണിയിലായിരുന്നു ആദ്യ സഭാ സമ്മേളനം. ഇപ്പോഴും ആ സ്ഥിതിക്ക് മാറ്റമില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും ഈ സമ്മേളനവും.
കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നിലവിലുള്ള ക്രമീകരണങ്ങളെല്ലാം തുടരും. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദമാണ് സർക്കാരിനെ കാത്തിരിക്കുന്ന മറ്റൊരു തലവേദന. എന്നാൽ ഇക്കാര്യത്തിൽ UDF-ലും രണ്ടഭിപ്രായമുണ്ട് എന്നത് സർക്കാരിന് ആശ്വാസമാണ്. VD സതീശന്റെ ആദ്യ അഭിപ്രായ പ്രകടനം ഉയർത്തിക്കാട്ടിയാവും സർക്കാരിന്റെ പ്രതിരോധം. കിറ്റക്സ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വ്യവസായ നയവും സഭയിൽ ചൂടേറിയ ചർച്ചയാവും. ന്യൂസ് 18 തിരുവനന്തപുരം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി അലക്സിന്റെ മരണത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ വീണ ജോർജിന്റെ നിർദ്ദേശം. ലിംഗമാറ്റ ശസ്ത്രക്രിയ സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം അനന്യയെ ആശുപത്രി ജീവനക്കാർ മർദ്ദിച്ചിരുന്നുവെന്നും ചികിത്സയ്ക്ക് അമിത ഫീസ് ഈടാക്കിയെന്നും അനന്യയുടെ പിതാവ് അലക്സാണ്ടർ ന്യൂസ് 18 പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ അനന്യകുമാരി അലക്സിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കും. അതേസമയം അനന്യയെ ആശുപത്രി ജീവനക്കാർ മർദ്ദിച്ചിരുന്നുവെന്ന് പിതാവ് അലക്സാണ്ടർ ന്യൂസ് 18 പറഞ്ഞു. ഡോക്ടർ പോലും അതിനകത്ത് തിരിഞ്ഞു പോലും നോക്കില്ലെന്നാണ് അവൻ പറയുന്നത്. അപ്പം അത് ചോദ്യം ചെയ്തതിന് PRO അവനെ കൈവച്ച് അവിടെ വെച്ച് ഉപദ്രവിച്ച് എന്നാണ് അവൻ എന്നെ കരഞ്ഞു പറയുന്നത്. ഇനി കട്ടത്തില്ല. 2 പ്രാവശ്യം PRO അവനെ കൈവച്ചെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഫോണിലല്ല പറഞ്ഞത്. അനന്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അനന്യയെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡേഴ്സ് കൊച്ചി റെനെ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നവരെ സ്വകാര്യ ആശുപത്രിയിലെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നിർത്തിവെക്കണമെന്നും ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടറെ ഈ ആശുപത്രിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സേവന ഇതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നേരിടാൻ അദ്ദേഹം തയ്യാറാവണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. അനന്യ താമസിച്ചിരുന്ന ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലെത്തി പോലീസും ഫോറൻസിക് വിദഗ്ധരും തെളിവെടുത്തു. അനന്യയുടെ ചികിത്സാ രേഖകൾ പോലീസ് ഹോസ്പിറ്റലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണവുമായി റിനെ ആശുപത്രി അധികൃതർ. ആശുപത്രിക്കെതിരെ തെറ്റായ പ്രചരണം നടക്കുന്നതായും അധികൃതർ വിശദീകരിക്കുന്നു. സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ, എന്തൊക്കെയാണ് ആശുപത്രിയുടെ വിശദീകരണം? ഗോപി, ശരീരഭാവങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ചികിത്സാ രീതിയാണ് SRS. ഇത് വളരെ സങ്കീർണമായ ചികിത്സ തന്നെയാണ്. ഇത് റിനേൽ ഹോസ്പിറ്റൽ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാരാണ്. അനന്യയുടെ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. 1 വർഷം മുമ്പാണ് അനന്യയ്ക്ക് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ നടത്തുന്നത്. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ചെറിയ രീതിയിലുള്ള പ്രശ്നം അനന്യ പറഞ്ഞിരുന്നു. തുടർന്ന് അവർ വീണ്ടും ഹോസ്പിറ്റലിലെത്തി ചികിത്സ തേടി. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം അനന്യ വീണ്ടും ഹോസ്പിറ്റലിലെത്തുന്നു. അതിനുശേഷം താൻ വിചാരിച്ച അത്ര ഭംഗിയുള്ള ശരീരം അല്ല തനിക്ക് ലഭ്യമായിരിക്കുന്നത്. മാത്രമല്ല, മൂത്രമൊഴിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് തുടർ ശസ്ത്രക്രിയ വേണമെന്ന കാര്യമാണ് അന്ന് പറഞ്ഞത്. പക്ഷേ അനന്യ അതിന് തയ്യാറായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് തന്നെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ചികിത്സാ പിഴവില്ല എന്ന മെഡിക്കൽ ബോർഡിൻ്റെ കണ്ടെത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം തള്ളിയത്. എന്നാൽ നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് അനന്യയ്ക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പകരം സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ ഈ സ്ഥാപനത്തിനെതിരെ, ഹോസ്പിറ്റലിനെതിരെ പ്രചരണം നടത്തിക്കോളാമെന്ന് വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് ചെയ്യുന്നത് ഈ ചികിത്സ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അനന്യയ്ക്ക് ചികിത്സ നൽകുന്നതിൽ യാതൊരു വിധത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആവർത്തിക്കുകയും ചെയ്യുന്നു. ശരി. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിലേത് ഗുരുതര ക്രമക്കേടെന്ന് ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. സഹകരണ രജിസ്ട്രാർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ സഹകരണ രജിസ്ട്രാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. ബാങ്കിൽ 6 വർഷമായി ഗുരുതര ക്രമക്കേടാണ് നടക്കുന്നതെന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്കിലെ മുതിർന്ന ജീവനക്കാർക്കും തട്ടിപ്പിൽ പങ്കുണ്ട്. ഓരോ വ്യക്തിയുടെയും പങ്ക് സംബന്ധിച്ച് 3 അംഗ ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കുകയാണെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടിയുണ്ടാകുമെന്ന് സഹകരണ രജിസ്ട്രാർ വ്യക്തമാക്കുന്നു. അതേസമയം തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കൃത്യമായി ആ കാര്യത്തിൽ എന്ത് വിഷമുണ്ടെങ്കിലും ഒരാളെയും സംരക്ഷിക്കുക, കൃത്യമായ നടപടിയെടുക്കുക.
ആരാണ് കുറ്റക്കാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. എല്ലാ നടപടിയും സ്വീകരിക്കും. വായ്പാ തട്ടിപ്പ് നടന്ന സഹകരണ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നിക്ഷേപകർ. നിക്ഷേപമോ പലിശയോ തിരികെ നൽകാൻ ബാങ്കിന് സാധിക്കുന്നില്ല. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം സ്ഥിര നിക്ഷേപമായി ബാങ്കിലിട്ട് പലിശ കൊണ്ട് മരുന്നും മറ്റു ചെലവുകളും നടത്തിയിരുന്ന വയോധികരുടെ ദുരിതം പറഞ്ഞാൽ തീരില്ല. അവർക്ക് 3 ലക്ഷം തുച്ഛമാണ്. വീടും കൂടില്ലാത്ത ഞങ്ങൾക്ക് അതൊക്കെ വലിയൊരു സംഖ്യ. അതും ഓരോരുത്തരും സഹായിച്ചു തന്നിട്ടുള്ള വൈഫിന്റെ അച്ഛൻ അവരുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നതാണ്. അവരുടെ കാലശേഷം അവർക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് അതിന്റെ പൈസ എടുത്തിട്ടാണ് അവർ ഉപജീവനം കഴിഞ്ഞു വരുന്നത്. ഇപ്പൊ അതാണ് വഴിമുട്ടി നിൽക്കുന്നത്. വായ്പാ തട്ടിപ്പ് വിവരം പുറത്തുവന്നതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ ബാങ്കിലെത്തി പണം ആവശ്യപ്പെടുകയാണ്. 10,000 രൂപ വീതം നൽകി ആളുകളെ മടക്കി അയക്കുകയാണ് ജീവനക്കാർ. ന്യൂസ് 18 തൃശൂർ. സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി സിക സ്ഥിരീകരിച്ചു. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, എവിടങ്ങളിലുള്ളവരാണ്? എന്താണ് വിവരങ്ങൾ? സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി സിക സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പുതിയ വിവരം. ഏത് പ്രദേശത്തുള്ളവരാണ്, എന്നാണ് സ്ഥിരീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം വിശദാംശങ്ങൾ ലഭ്യമാവും. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എവിടെയുള്ളവർക്കാണ് അത് സ്ഥിരീകരിച്ചത്? എന്താണ് വിവരങ്ങൾ? നേരത്തെ ക്ലസ്റ്ററായി കണ്ടെത്തിയ ആനേറ ഭാഗത്തുള്ളവർക്ക് തന്നെയാണ് ഇപ്പോഴും സിക വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 പേർക്കാണ് പുതുതായി സിക വൈറസ് സ്ഥിരീകരിച്ചത്. ഒന്ന് ആനേറ സ്വദേശി 26 വയസ്സുള്ള യുവാവ്, കൂടാതെ ആനേറ സ്വദേശിനി 37 വയസ്സ്, പേട്ട സ്വദേശിനി ആനേറയ്ക്ക് തൊട്ട് സമീപമുള്ള പേട്ട സ്വദേശിനി 25 വയസ്സുള്ള യുവതി എന്നിവർക്കാണ് ഇന്ന് സിക വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം ഉണ്ടായത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ സിക വൈറസ് ബാധിതരുടെ എണ്ണം 41 ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇതിൽ 5 പേർ മാത്രമേ ഇപ്പോൾ ചികിത്സയുള്ളവർ രോഗം ഭേദമായി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ശരി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ പെഗസസ് 14 ലോക നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന് വെളിപ്പെടുത്തൽ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉൾപ്പെടെ 10 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും 3 രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പട്ടികയിലുണ്ട്. ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ പ്രധാനമന്ത്രി ഇസ്രായേലിന് കത്തയക്കണമെന്നും കാര്യങ്ങളുടെ യാഥാർത്ഥ്യമെന്തെന്ന് ചോദിച്ചറിയണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ ഉൾപ്പെടെ 14 ലോക നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്നാണ് റിപ്പോർട്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, ഇറാഖ് പ്രസിഡന്റ് ബർഹാം സാലി, ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് സിറിൽ റഫാമോസ എന്നിവരുടെ ഫോൺ ചോർത്തി. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ഈജിപ്ത് പ്രധാനമന്ത്രി മൊത്സഫ മട്ബൌലി, മൊറോക്കോ പ്രധാനമന്ത്രി സാദ് എഡിൻ എൽ ഒത്മാനി എന്നിവരുടെ ഫോണുകളും ചോർത്തി. ഫ്രാൻസ്, യമൻ, ലെബനൻ, അൾജീരിയ, ഉഗാണ്ട, കസക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുടെ ഫോണുകൾ നേരത്തെ ചോർത്തിയിരുന്നതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. മൊറോക്കോ രാജാവ് മുഹമ്മദ് 6 പേരും പട്ടികയിലുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വിവരങ്ങൾ മൊറോക്കോയാണ് ചോർത്തിയതെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അതേസമയം ഇന്ത്യയിലെ കൂടുതൽ നേതാക്കളുടെ ഫോൺ ചോർത്തൽ വിവരങ്ങളും ഉടൻ പുറത്തുവരുമെന്നാണ് വിവരം. ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ പ്രധാനമന്ത്രി ഇസ്രായേലിന് കത്തയക്കണമെന്നും കാര്യങ്ങളുടെ യാഥാർത്ഥ്യമെന്തെന്ന് ചോദിച്ചറിയണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. ആരാണ് പെഗസസിന് പിന്നിലെന്നും പണം മുടക്കിയത് ആരാണെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ചോദിച്ചു. ഇന്നത്തെ ബക്രീദ് അവധിക്ക് ശേഷം നാളെ സഭ ചേരുമ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം വീണ്ടും വിഷയം ഉന്നയിക്കും. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ ശക്തമായിരിക്കും. നാളെ 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റന്നാൾ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം ചുങ്കത്ത് പുഴയിൽ ഒഴുകി വന്ന സ്ത്രീയെ രക്ഷപ്പെടുത്തി. 82 വയസ്സുള്ള വൃദ്ധയെയാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജി ശ്രീത്തിന്റെ റിപ്പോർട്ട്. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോട്ടയം നഗരത്തിന് സമീപത്ത് തന്നെയുള്ള ചുങ്കം പാലത്തിന് തൊട്ടു താഴെയാണ് ഇത്രയും പ്രായമുള്ള ഒരു അമ്മ ഒഴുകി വരുന്ന കാഴ്ച നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ഇതെന്താണ് സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ ഇവിടെയാണ് വീടില്? അതെ, ഞാനിവിടെയാണ്, തൊട്ടടുത്താണ് താമസിക്കുന്നത്. എന്താ കണ്ടത്? എന്താ അതായത് ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി ഒഴുകി വരുമായിരുന്നു. ഒഴുകി വന്നപ്പോൾ തന്നെ അവർ രക്ഷിക്കുന്ന രീതിയിൽ കൈ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ സുഹൃത്തിൻ്റെ അമ്മ രമണി മാങ്ങാപ്പള്ളി മാലി എന്ന് പറഞ്ഞ ആൾ കണ്ടു. പെട്ടെന്ന് പുള്ളിക്കാരി ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കുഞ്ഞോഞ്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ബിബിനും ധനേഷും ഒരു 3 പേരും കൂടെ വള്ളത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ വള്ളത്തെ കയറ്റി കഴിഞ്ഞാൽ വള്ളം മറിയും. കാരണം ഫൈബർ ഗ്ലാസ് വള്ളമാണ്, നല്ല ഒഴുക്കാണ്. നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിനേക്കാളും നല്ല ശക്തമായ ഒഴുക്കാണ്. അപ്പം പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ വള്ളത്തെ കൈ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് തുഴയാൻ മേലത്തൊരവസ്ഥയായി. പെട്ടെന്ന് അവിടുന്ന് വേറൊരു നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് വന്ന് ഇദ്ദേഹത്തിൻ്റെ മകളും ശാല ഒരാൾ ഒഴുകി വരുന്നു. പെട്ടെന്ന് ഞാനും ഇവിടെ വന്നു, ഞാനും അമ്മയും കൂടെ വന്ന് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി വള്ളം ഉൾപ്പെടെ ഇങ്ങോട്ട് വലിച്ചു കയറ്റി. അതിൻ്റെ ഇടപെടി ചെന്നപ്പോൾ അമ്മച്ചി തീരെ അവശയെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പുള്ളിക്കാരി നിന്നെന്നുള്ളത്. കാരണം ഒരു ആണുങ്ങളാണെങ്കിൽ പോലും ഇത്ര ഒഴുക്കത്ത് നീന്തൽ അറിയാൻ മേലാത്ത ചെറുപ്പക്കാർ പോലും വലഞ്ഞു പോകുന്നൊരു. ഇതിപ്പോൾ എന്തെങ്കിലും ഇതിൽ പിടിച്ചു കിടക്കോ അങ്ങനെ ഒന്നും പിടിച്ചു കിടക്കൊന്നുമില്ല. നേരിട്ട് ഞാൻ കയ്യെ പിടിച്ച് ഇവിടെ വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് കയ്യെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വള്ളത്തിൻ്റെ സൈഡിൽ പിടിച്ച്, പിന്നെ ഒരു കയ്യെ ഇങ്ങനെ വെച്ചിട്ട് ദിനേശാണ് പുറയിൽ നിന്ന് തുഴഞ്ഞ് ഇവിടെ വെച്ച് ഈ ഷാലിൻ്റെ ഒക്കെ ഇവിടെ ഞങ്ങൾ പിടിച്ച് കയറ്റി. ഷാലിൻ്റെ അമ്മയും വന്ന് ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് അന്നേരം അവിടെ നിന്ന് എല്ലാവരും ആൾക്കാർ വന്ന്. എന്താ കുതിരാൻ തുരങ്കപാതയ്ക്ക് അഗ്നിശമന സേനയുടെ സുരക്ഷാനുമതി. തുരങ്കത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തരാണെന്ന് അവർ വ്യക്തമാക്കി. ഇന്ന് നടന്ന ട്രയൽ റൺ വിജയകരമായതിനെ തുടർന്നാണ് അനുമതി നൽകിയത്. അടുത്ത ഞായറാഴ്ച വാഹനം ഓടിച്ചുള്ള പരിശോധന നടക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഓഗസ്റ്റ് 1 തുരങ്കം തുറന്നു നൽകും. ത്യാഗസ്മരണകളിൽ ബക്രീദ്. ത്യാഗത്തിന്റെയും സഹാനുഭൂതിയുടെയും സ്മരണ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു ആഘോഷങ്ങൾ. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്ജലമായ ഓർമ്മകൾ പുതുക്കുന്ന ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായാണ് ബലിപെരുന്നാൾ ആഘോഷം. ഒരു വാക്സിനെങ്കിലും എടുത്ത 40 പേരെ പങ്കെടുപ്പിച്ചായിരുന്നു പള്ളികളിലെ പെരുന്നാൾ നിസ്കാരം. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു മാത്രമേ പെരുന്നാൾ ആഘോഷങ്ങൾ പാടുള്ളൂവെന്ന് മതനേതാക്കൾ നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരം പാളയം പള്ളിയിൽ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ പേരിൽ സൗഹാർദ്ദം തകർക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളടക്കമുള്ള ഒരു വിഭാഗത്തിന്റെയും ന്യായമായ ഒരവകാശങ്ങളും ലംഘിക്കപ്പെടാൻ പാടില്ല. ഒരവകാശങ്ങളും ആർക്കും ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി ഉണർത്തുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നിയന്ത്രണങ്ങൾ കർശനമായതിനാൽ ഇത്തവണയും വീടുകളിൽ തന്നെയാണ് പെരുന്നാൾ ആഘോഷം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. ഒളിമ്പിക്സ് ആവേശം. ടോക്കിയോ ഒളിമ്പിക്സിന് അനൗപചാരിക തുടക്കം. സോഫ്റ്റ് ബോൾ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ തുടങ്ങി. ആദ്യ ജയം ആതിഥേയരായ ജപ്പാൻ സ്വന്തമാക്കി. 8-1 ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ഇറ്റലിയെ 2-0 കീഴടക്കി. വനിതാ ഫുട്ബോൾ മത്സരങ്ങളും ഇന്ന് തുടങ്ങും. പുരുഷ ഫുട്ബോളിൽ നാളെ 8 മത്സരങ്ങൾ നടക്കും. മറ്റന്നാൾ വൈകിട്ടാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.